ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉലൂമുദ്ദീൻ 2ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീൻ്റെ എക്സാമിന് നിങ്ങൾക്ക് പഠിക്കേണ്ട റിവിഷൻ ക്ലാസ്സാണിത്. പഠിക്കാൻ ആവശ്യമായ രീതിയിൽ മനസ്സിലാക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ 5 വരെ ഉള്ളത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 6ാമത്തെ പാഠഭാഗം മുതലാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു മഖ്ബൂല. എന്താണ്? നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് ഇതിൽ പറയുന്നത്. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5ആണ്. ചോദ്യം വരും, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5ആണ്. നിസ്കാരത്തിൻ്റെ ഷർത്തിൽ 2ാമത്തത് ഏത് ചോദിച്ചാലോ? നജസിൽ നിന്ന് ശുദ്ധി വരുത്തുക. 5ാമത്തതാ കിബിലക്ക് മുന്നിടുക. നമ്മുടെ കിബില എവിടെയാണെന്ന് വെച്ചാലോ? മക്ക നാട്ടിലെ കഅബയാണ് നമ്മുടെ കിബില. ഇവിടെ പറഞ്ഞു അല്ലേ? മക്കയിലെ കഅബയാണ് നമ്മുടെ കിബില. പിന്നെ 4ാമത്തത് എന്താണ്? സമയമായെന്നറിയുക. നിസ്കാരത്തിൻ്റെ സമയം അറിയണം. അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക. അശുദ്ധികൾ ഏതൊക്കെയാണ്? ചെറുതും വലുതും. ചെറുതും വലുതും അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്തുക. നജസിൽ നിന്ന് ശുദ്ധി വരുത്തുക. നിസ്കരിക്കുമ്പോൾ എവിടെയൊക്കെ ശുദ്ധി വരുത്തണം? എവിടെയൊക്കെയാണ്? ദേഹം, വസ്ത്രം, സ്ഥലം, ഇതൊക്കെ ശുദ്ധി വരുത്തണം. മനസ്സിലാക്കുക. അപ്പോൾ ആ രീതിയിലാണ് ഇതിന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടത്. 5 എണ്ണം നന്നായി പഠിക്കുക. ഓർഡർ തന്നെ പഠിക്കുക. 3ാമത്തെ ചോദിച്ചാൽ ഔറത്ത് മറക്കുക എന്ന് എഴുതണം. അപ്പം നിസ്കരിക്കുമ്പോൾ എവിടേക്കാണ് മുന്നിടേണ്ടത്? അതാണ് ചോദ്യം വരിക. ചിലപ്പോൾ എവിടേക്ക് തിരിയണം അങ്ങനെയും ചോദിക്കാം. നിസ്കരിക്കുമ്പോൾ എവിടേക്ക് തിരിയണം, എവിടേക്ക് മുന്നിടണം? അപ്പോൾ കിബിലക്കു നേരെ തിരിയണം, കിബിലക്കു നേരെ മുന്നിടണം. മനസ്സിലാക്കുക. ആ രീതിയിൽ എഴുതുക. ചോദ്യം എങ്ങനെ വരിക നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ മുന്നിടണം എന്ന് പറയുന്നുണ്ട്, പിന്നെ നേരെ തിരിയൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി 2 രീതി മനസ്സിലാക്കുക. പിന്നെന്താണ്? സ്ത്രീയുടെ ഔറത്ത്. സ്ത്രീയുടെ ഔറത്ത് നിസ്കാരത്തിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയൊക്കെ നിസ്കാരത്തിൽ ഔറത്താണ്. അല്ലാത്തപ്പോൾ ശരീരം മുഴുവനും ഔറത്താണ്. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. പിന്നെ പുരുഷൻ്റെ ഔറത്ത് മുട്ട് മുതൽ പൊക്കിൾ വരെയുള്ള സ്ഥലങ്ങളാണ് പുരുഷൻ്റെ ഔറത്ത്. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇവിടെ ശുദ്ധി, ശുദ്ധി, അശുദ്ധി, അത് 2 നന്നായി മനസ്സിലാക്കി പഠിക്കണം. എന്താ വെച്ചാൽ ഇവിടെ ഹ വരുന്ന എഴുത്ത് രീതി 3 രീതി തന്നാൽ നമുക്ക് ഏതാണ് മനസ്സിലാക്കി പഠിക്കാൻ കഴിയണം, എഴുതാൻ കഴിയണം. അതുപോലെ പഠിക്കുക, പഠിക്കുക, പഠിക്കുക എന്നത് അതുപോലെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എഴുതി പഠിക്കുക. അടുത്ത 7ാമത്തെ പാഠം എന്താണ് ഇതിൽ പഠിക്കുന്നത്? ഭക്ഷണം പഠിക്കുന്നത്. ഈ പാഠത്തിൽ എന്താ പഠിക്കുന്നത്? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് കാല് വെച്ചാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ചാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. വീട്ടിലേക്ക് കയറുമ്പോൾ വലത് കാല് വെച്ച് കയറണം. അങ്ങാടിയിലേക്ക് ഇടത് കാൽ വെച്ചാണ് പ്രവേശിക്കേണ്ടത്. മനസ്സിലാക്കുക. അപ്പോൾ യാത്രക്ക് ഇറങ്ങുമ്പോൾ, അതായത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അതാണ് യാത്രക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാലാണ് മുന്തിക്കേണ്ടത്. അപ്പോൾ ഇറങ്ങുമ്പോൾ ഉള്ള ദിക്റ് നന്നായിട്ട് പഠിക്കുക. ഖുർആൻ ഹിഫ്ള് എക്സാമിന് ചോദ്യമായിട്ട് ചോദിക്കും, പറഞ്ഞു കൊടുക്കാൻ. പിന്നെ കിതാബത്തെ എക്സാമിന് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. ബിസ്മില്ലാഹി ഡാഷ് അലല്ലാഹി. അപ്പം നമ്മൾ തവക്കൽത്തു എന്ന് എഴുതി കൊടുക്കണം. പിന്നെ ഇതിന് ഹർക്കത്തുകൾ ഇടാൻ ഫത്തവും കിസറൊന്നും ഇല്ലാതെ ഇത് മുഴുവനായിട്ട് തരും. അപ്പം നമുക്ക് വായിച്ച് ബിസ്മില്ലാഹി അങ്ങനെ ഹർക്കത്തുകൾ നൽകേണ്ടി വരും. അപ്പോൾ ആ രീതി പഠിക്കുക. പിന്നെന്താണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? അബ്ദുറഹീമും കുടുംബവും എവിടേക്കാണ് യാത്ര പോയത്? സിയാറത്ത് യാത്രയായിരുന്നു. അവർ നാക്കൂര്, ഏർവാടി, നാക്കൂര്, പിന്നെ വരുന്ന വഴിയിൽ മൃഗശാലയിലും ബീച്ചിലും കടൽ തീരത്തും അവർ പോയി. അപ്പം അത് മനസ്സിലാക്കി പഠിക്കുക. പിന്നെന്താണ്? വലതുകാൽ വെച്ച് കയറേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? വിദ്യാലയം, മസ്ജിദ്, വീട്, നല്ല സ്ഥലങ്ങൾ തുടങ്ങിയ സ്ഥലത്തേക്കൊക്കെ
വലതുകാൽ വെച്ചാണ് കയറേണ്ടത്. അപ്പോൾ ചോദ്യം വരും, മസ്ജിദിലേക്ക് കയറുമ്പോൾ ഏത് കാലാണ് മുന്തിക്കേണ്ടത്, മുന്തിക്കുക, വെക്കേണ്ടത്, ആദ്യം വെക്കേണ്ടത് ഏതാണെന്നാണ്. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. മുന്തിക്കേണ്ടത് ഏത് കാലാണ് മുന്തിക്കേണ്ടത്, ഏത് കാലാണ്? മസ്ജിദിലേക്ക് വിദ്യാലയങ്ങളിലേക്കൊക്കെ കയറുമ്പോൾ വലത് കാലാണ്. അപ്പോൾ വലതും ഇടതും വലത് കാൽ വെച്ച് കടക്കേണ്ട സ്ഥലങ്ങളും ഇടത് കാൽ വെച്ച് കടക്കേണ്ട സ്ഥലങ്ങളും നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെയാണ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴുള്ള ദിക്ർ. ബിസ്മില്ലാഹി വലജിന ബിസ്മില്ലാഹി ഹറജിന വഅലല്ലാഹി റബ്ബിന തവക്കൽന. ആ ദിക്ർ നന്നായി പഠിക്കുക. വിട്ടഭാഗം പൂരിപ്പിക്കാനും ഹർക്കത്തുകൾ നൽകാനൊക്കെ തന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ആ രീതിയിൽ മനസ്സിലാക്കുക. പിന്നെന്താണ്, ഒരാൾ ദിക്ർ ചൊല്ലി വീട്ടിലേക്ക് കടന്നാൽ, അതേപോലെ ഒരാൾ ദിക്ർ ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ വീട്ടിൽ നിന്ന് പിശാച് ഓടിപ്പോവും. ഇന്ന് രാത്രി നിങ്ങൾക്കിവിടെ ഭക്ഷണം ഇല്ല, താമസിക്കാൻ അവസരമില്ല എന്നൊക്കെ പിശാച് അവരുടെ കൂട്ടുകാരോട് പരസ്പരം പറയും. അപ്പോൾ ദിക്ർ ചൊല്ലി ഭക്ഷണം കഴിച്ചാലും ഒരാൾ വീട്ടിലേക്ക് ദിക്ർ ചൊല്ലി കയറിയാലൊക്കെ അവിടെ നിന്ന് പിശാച് പോവും. അപ്പോൾ മനസ്സിലാക്കുക. ഹസ്ബുൻ അല്ലാഹ്, എന്താണ്? നമുക്ക് അള്ളാഹു മതി. അപ്പം അത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് എഴുതി പഠിക്കേണ്ട ഒരു പദമാണ് ഭക്ഷണം. മനസ്സിലാക്കുക, ഭക്ഷണം. അതുപോലെ സ്ഥലം, സ്ഥലം. പിന്നെന്താണ്? സന്ദർശിച്ചു, സന്തോഷത്തോടെ. അവിടെയൊക്കെ ഈ ഷാ പ്രത്യേകത, അടി പുള്ളി വരുന്ന ഷാ ആണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം. സന്ദർശിച്ചു, സ്ഥലം. അപ്പോൾ അതൊക്കെ ഇതുപോലെ ജുമല ഉണ്ടാക്കാനും വരും. സന്ദർശിച്ചു എന്ന് വെച്ചിട്ട് വാക്യം നിർമ്മിക്കാൻ. അപ്പം എന്താ ചെയ്താ, ഞങ്ങൾ ക്ലാസ് റൂം സന്ദർശിച്ചു, ഉപ്പയെ സന്ദർശിച്ചു, അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കി എഴുതാം. മനസ്സിലാക്കുക. അപ്പോൾ ഈ കിതാബത്തെ എക്സാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മദ്രസ എക്സാം കിതാബത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി നോക്കിയാൽ ഏകദേശം 90% ഈ പാഠബുക്കിൽ നിന്നുള്ളത് തന്നെയാണ് അതിലുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഞാനിതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. മനസ്സിലാക്കുക. അടുത്തത് യുഹിബുൽ മുത്തഹിരീൻ. എന്താണ്? ശുദ്ധീകരണത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എന്താണ്? വീടും ക്ലാസ്സും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കണം. വൃത്തിയുള്ളവർ ആരൊക്കെ ഇഷ്ടപ്പെടും? വൃത്തിയുള്ളവരെ അല്ലാഹുത്താല ഇഷ്ടപ്പെടും. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരെ അല്ലാഹുത്താല ഇഷ്ടപ്പെടും. മനസ്സിലാക്കുക. ശുചിത്വം ഡാഷിൻ്റെ പകുതിയാണ്. ശുചിത്വം ഡാഷിൻ്റെ പകുതിയാണ്. അപ്പം എന്താ? ഈമാനിൻ്റെ പകുതിയാണ്. പിന്നെ നിസ്കാരം ശരിയാവാൻ ഡാഷ് വേണം. എന്താണ്? വൃത്തിയും ശുദ്ധിയും വേണം. നിസ്കാരം ശരിയാവാൻ വൃത്തിയും ശുദ്ധിയും വേണം. ശരീരത്തിന് ശുദ്ധി ഉണ്ടായാൽ ഡാഷിന് ശുദ്ധി ഉണ്ടാകും. വൃത്തഭാഗം പൂരിപ്പിക്കാൻ വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ശരീരത്തിന് ശുദ്ധി ഉണ്ടായാൽ മനസ്സും ശുദ്ധിയാകും. മനസ്സിലാക്കുക. വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരെ ആരൊക്കെ ഇഷ്ടപ്പെടും? അല്ലാഹുത്താല ഇഷ്ടപ്പെടും. ഈ ഉണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ 2 എഴുതുക 3 എഴുതുക എന്ന് പറഞ്ഞ ചോദ്യം വരും. അപ്പം എന്തൊക്കെ എഴുതുക? ബ്രഷ് ചെയ്യണം, കുളിക്കണം, സുഗന്ധം പൂശണം, നഖവും മുടിയും കൃത്യമായി മുറിക്കണം, ശരീരവും വസ്ത്രവും മലിനമാക്കരുത്. പിന്നെന്താണ്? പാഠപുസ്തകങ്ങൾ അഴുക്കാവാതെ സൂക്ഷിക്കണം, വീടും ക്ലാസ്സും പരിസരങ്ങളും ശുചീകരിക്കണം. അപ്പോൾ ഇതൊക്കെ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള രീതിയിലും വരാം. അപ്പോൾ അത് നിങ്ങളെ തദ്രിബാത്തിൽ വന്നിട്ടുണ്ട്, ദഫ്തർ തോലിബിൽ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിലുള്ളതൊക്കെ അതുപോലെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. നഖവും ഡാഷും കൃത്യമായി മുറിക്കണം. അപ്പോൾ എന്താണ്? നഖവും മുടിയും കൃത്യമായി മുറിക്കണം. അപ്പോൾ ആ രീതിയിൽ നന്നായി മനസ്സിലാക്കി പഠിക്കുക, എഴുതാനൊക്കെ പഠിക്കുക. അടുത്തത് വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അല്ലാഹുത്താല വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. സത്യവിശ്വാസി എന്ന് 3 രീതിയിൽ തരും, എഴുതിയിട്ട് തരും. അപ്പോൾ നമുക്ക് ഏതാണ് ശരിയായതെന്ന് മനസ്സിലാക്കി ടിക്ക് ചെയ്യാനോ എടുത്തെഴുതാനോ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക. കിതാബത്തെ എക്സാമിനാണ് അത് വരിക. അടുത്തത് അൽഹംദുലില്ലാ. 9ാമത്തെ പാഠം എന്താണ്? ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ. ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്? ബിസ്മി ചൊല്ലണം. പിന്നെ കഴിക്കുന്നതിന് മുമ്പും ശേഷവും 2 കൈയും വായും കഴുകണം. തുടങ്ങുമ്പോൾ
ബിസ്മി ചൊല്ലണം, ഇരുന്ന് കഴിക്കണം, വലത് കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും വേണം, തൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കണം. കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തി എന്ന് ചൊല്ലണം. അപ്പോൾ അത് മനസ്സിലാക്കുക. ഭക്ഷണം അള്ളാഹുവിൻ്റെ ഡാഷാണ്. എന്താണ്? ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അപ്പം അനുഗ്രഹത്തിന് നന്ദി ചെയ്യണം. അനുഗ്രഹത്തിന് നമ്മൾ എന്ത് ചെയ്യണം? വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. അനുഗ്രഹത്തിന് നന്ദി ചെയ്യണം. ഭോജന മര്യാദകൾ പാലിക്കൽ ശുക്രിൻ്റെ ഭാഗമാണ്. ശുക്രിൻ്റെ ഭാഗമാണ്. ഭോജന മര്യാദകൾ പാലിക്കൽ ശുക്രിൻ്റെ ഭാഗമാണ്. ഒന്നിച്ചിരുന്ന് കഴിക്കണം, ബിസ്മി ചൊല്ലണം. പിന്നെ ഇവിടെ താഴെ പറയുന്നുണ്ട്, അതൊക്കെ നന്നായി പഠിക്കട്ടാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെല്ലേണ്ടത്, കഴിക്കുമ്പോൾ എങ്ങനെയാണ്, കഴിക്കുന്നതിന് മുമ്പും ശേഷവും ഇരു കൈകളും വായും കഴുകണം. വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. ഇരു കൈകളും ഡാഷും കഴുകുക, വായും കഴുകുക. പിന്നെ ബിസ്മില്ലാഹി ഡാഷ് റഹീം, അപ്പോൾ റഹ്മാനി റഹീം അങ്ങനെയൊക്കെ എഴുതാം. പിന്നെന്താണ്? ഡാഷ് കൈകൊണ്ടേ തിന്നാവൂ, വലത് കൈകൊണ്ട്. ഡാഷ് കഴിക്കുക, ഇരുന്ന് കഴിക്കുക. അപ്പോൾ അതൊക്കെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അദബുകളാണ്. അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള ദിക്ർ പിടിക്കുക ഒക്കെ ചെയ്യുക. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് ഇർഹമു, കരുണ ചെയ്യൂ എന്നുള്ള പാഠം. എന്താണ്? ആരോടാണ് നമ്മൾ കരുണ ചെയ്യേണ്ടത്? നമ്മൾ ജീവജാലങ്ങളോടൊക്കെ കരുണ ചെയ്യണം. അതിനെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. ആരാണ് പരാതി പറഞ്ഞത്? ഒട്ടകം. ഒരു ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞു. ഈ മൃഗം എന്നോട് പരാതി പറഞ്ഞു, നിങ്ങളതിനെ പട്ടിണിക്കിടുന്നു, അമിതമായി ജോലി ചെയ്യിക്കുന്നു. എന്താണ് ഇന്ന് പരാതി എന്ന് വെച്ചാൽ പട്ടിണിക്കിടുന്നു, അമിതമായി ജോലി ചെയ്യിക്കുന്നു. ഇതാണ് ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകത്തിൻ്റെ ഉടമയെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചു, ഈ ഒട്ടകത്തെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് അള്ളാഹുവാണ്. അതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹു താലയെ ഭയപ്പെടണം. കാരുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ അള്ളാഹു താല കരുണ ചെയ്യുകയുള്ളൂ. കാരുണ്യം ചെയ്യുന്നവർക്ക് മാത്രമേ അള്ളാഹു താല കരുണ ചെയ്യുകയുള്ളൂ. ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുക, എങ്കിൽ അള്ളാഹു താല നിങ്ങൾക്ക് കരുണ ചെയ്യും. വൃദ്ധരോടും കുട്ടികളോടും കരുണ വേണം. മൃഗങ്ങളോടും പക്ഷികളോടും ദയ കാണിക്കണം. എല്ലാവരോടും കരുണ വേണം. ഇർഹമു മൻഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. വിട്ടഭാഗം പൂരിപ്പിക്കാൻ വരും. ഭൂമിയിലുള്ളവരോട് ഡാഷ് കാണിക്കുക, കരുണ കാണിക്കുക. അപ്പോൾ ആ പാഠത്തുനിന്ന് അതാണ് മനസ്സിലാക്കേണ്ടത്. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറഞ്ഞത്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യണം, എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങൾക്ക് കരുണ ചെയ്യും. അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. പിന്നെ എടുത്തതാ മിഫ്താഹുസ്സലാത്ത്, നിസ്കാരത്തിൻ്റെ താക്കോല്. നമ്മൾ സ്വർഗത്തിൻ്റെ താക്കോല് നിസ്കാരം എന്ന് പറഞ്ഞു. അപ്പോൾ മിഫ്താഹുസ്സലാത്ത്, നിസ്കാരത്തിൻ്റെ താക്കോൽ എന്താണ്? ഒളുവാണ്. നിസ്കാരത്തിൻ്റെ താക്കോല് ഒളുവാണ്. 11ാമത്തെ പാഠം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗലുൽ കൗസറിന് സമീപം കാത്തു നിൽക്കും. ശരിയായ രീതിയിൽ ഒളു ചെയ്ത് നിസ്കരിച്ചവർ അവരുടെ മുഖം പ്രകാശിക്കും. അപ്പോൾ അവരെയും കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗലുൽ കൗസറിന് സമീപം കാത്തു നിൽക്കും. അപ്പോൾ ഒളു എടുക്കേണ്ട രൂപമാണ് ഇവിടെ പറയുന്നത്. കിബിലക്ക് തിരിഞ്ഞു നിൽക്കുക. ഒളുവിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി മുൻകൈ രണ്ടും കഴുകി മിസ്വാക്ക് ചെയ്ത് വായിൽ വെള്ളം കൊപ്പിച്ചു, ഒപ്പം മൂക്കിൽ വെള്ളം കയറ്റി പിഴുകയും ചെയ്തു. പിന്നെ നിസ്കാരത്തെ ഹലാലാക്കാൻ ഒളു ചെയ്യുന്നു എന്ന നിയ്യത്തോടെ ഉസ്താദ് മുഖം കഴുകി വലത് കൈ മുട്ടിന് മുകളിൽ കയറ്റി കഴുകി, അതുപോലെ ഇടത് കൈയും കയറ്റി കഴുകി, ശേഷം 2 കൈയും നനച്ച് തല മുഴുവനും തടവി. ശേഷം 2 കൈയും നനച്ച് ചെവി ഉള്ളും പുറവും തടവി. ശേഷം വലത് കാലും പിന്നീട് ഇടത് കാലും ഞെരിയാണിക്ക് മുകളിൽ കയറ്റി കഴുകി. എല്ലാം 3 തവണ വേണം. എല്ലാം 3 തവണ വീതം ചെയ്തു. ശേഷം കിബിലയിലേക്ക് തിരിഞ്ഞ് 2 കൈകളും ഉയർത്തി മേൽപോട്ട് നോക്കി ദുആ ചെയ്യുക.
അപ്പോൾ ഇതാണ് ഒളുവിൻ്റെ രൂപം. അപ്പോൾ ഒളുവിൻ്റെ രൂപം ക്രമപ്രകാരം നന്നായി മനസ്സിലാക്കി പഠിക്കുക. പിന്നെന്താണ് ഇതിൽ നിന്ന് എന്താണ് ചോദ്യം പ്രതീക്ഷിക്കേണ്ടത്? 2 കൈകളും നനച്ച് എവിടെയൊക്കെയാണ് തടവിയത്? ഒളുവിൽ തടവേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? ചോദ്യം വരും. ഏതൊക്കെയാണ്? ചെവിയും തലയുമാണ് തടവേണ്ടത്. ഉള്ളും പുറവും തടവിയത് ഏതാണെന്ന് വെച്ചാൽ ചെവി, മനസ്സിലാക്കുക. പിന്നെ ഞെരിയാണിക്ക് മുകളിൽ കയറ്റി കഴുകി, എന്തായിരുന്നു? കാലാണ് ഞെരിയാണിക്ക് മുകളിൽ കയറ്റി കഴുകേണ്ടത്. പിന്നെ മുട്ടിന് മുകളിൽ കയറ്റി കഴുകിയത് കൈ. പിന്നെ അപ്പോൾ ഒളുവിൽ കഴുകേണ്ട അവയവങ്ങൾ മുൻകൈ 2, പിന്നെ മുഖം കഴുകണം, കാല് കഴുകണം, കൈ 2 കഴുകണം. തടവേണ്ട അവയവങ്ങളാണ് തലയും ചെവിയും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഒളുവിൻ്റെ നിയ്യത്ത്, നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ ഒളു ചെയ്യുന്നു, മനസ്സിലാക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. എത്ര തവണ ചെയ്യണം? 3 തവണ വീതം ചെയ്യണം. മിഫ്താഹുസ്സലാത്തുൽ ഉളൂ, നിസ്കാരത്തിൻ്റെ താക്കോൽ ഉളൂ. അപ്പോൾ മറ്റേത് മാറിപ്പോകരുത്. നിസ്കാരത്തിൻ്റെ താക്കോൽ ഉളൂ ആണ്, സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്. അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കണം ആ ഭാഗം കേട്ടോ. അടുത്ത 12ാമത്തെ പാഠം, ഹുവല്ലാഹു ഖാലിഖു. അല്ലാഹു തആലയാണ് സൃഷ്ടാവ്, മനസ്സിലാക്കുക. എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? അല്ലാഹു തആലയാണ്. പൂക്കൾക്ക് മണവും പൂമ്പാറ്റയുടെ ഭംഗിയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും പാലൊളി വിതറുന്ന അമ്പിളി, പിന്നെന്താണ്? സൂര്യൻ, ചന്ദ്രൻ. രാവിലെ സൂര്യൻ ഉദിക്കുന്നു, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നു. ഇതൊക്കെ അല്ലാഹു തആലയുടെ സൃഷ്ടിയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ്? വെയിൽ നൽകുന്നതും മഴ വർഷിപ്പിക്കുന്നതും ഈ ഭൂമിയിലെ ജീവജാലങ്ങളുമെല്ലാം അല്ലാഹു പടച്ചതാണ്. എല്ലാറ്റിനും ഭക്ഷണം നൽകുന്നതും അവയെ പരിപാലിക്കുന്നതും അല്ലാഹു തന്നെയാണ്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവൻ ഏകനാണ്. അപ്പോൾ നമ്മൾ 1ാമത്തെ പാഠം പഠിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് ഇത്. അല്ലാഹു ആണ് എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും. നന്മ ചെയ്തവർക്ക് സ്വർഗം ലഭിക്കും, തിന്മ ചെയ്തവർക്ക് നരകവും ലഭിക്കും. അല്ലാഹു തആല സൃഷ്ടിച്ച വസ്തുക്കൾ എന്തൊക്കെയാണ്? പൂക്കൾ, പൂമ്പാറ്റകൾ, താരങ്ങൾ, നക്ഷത്രങ്ങൾ, അതൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചതാണ്. പിന്നെ അല്ലാഹു തആലയുടെ വിശേഷണങ്ങൾ, അവൻ ഏകനാണ്, അവനല്ലാതെ ഇലാഹില്ല, അവനെപ്പോലെ ആരുമില്ല, അവനെല്ലാറ്റിനും കഴിവുള്ളവനാണ്. അങ്ങനെയൊക്കെ അല്ലാഹു തആലയുടെ വിശേഷണങ്ങളൊക്കെ എഴുതാൻ കഴിയണം. അവൻ്റെ സൃഷ്ടിപ്പുകളും അവൻ്റെ വിശേഷണങ്ങളും. അല്ലാഹു തആലയാണ് സൃഷ്ടാവ്. അപ്പോൾ ആ രീതിയിലൊക്കെ ഈ പാഠത്ത് നന്നായി മനസ്സിലാക്കുക. ഒളുവിൻ്റെ രൂപം നന്നായിട്ട്, ക്രമം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നിയ്യത്ത് പഠിക്കുക. എപ്പോഴാണ് നിയ്യത്ത് കരുതേണ്ടത്? ഒളുവിൽ മുഖം കഴുകുമ്പോഴാണ് നിയ്യത്ത് കരുതേണ്ടത്. ഒളുവിൽ മുഖം കഴുകുമ്പോഴാണ് നിയ്യത്ത് കരുതേണ്ടത്. ഒക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അത്രയാണ് ഈ എക്സാമിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. തജ്വീദ് ഖുർആൻ്റെ ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.